Hi dear friends, Assalamualaikum, Namaskaram, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുത്തൊക്കെ പഴയ ഷോൾ ഉണ്ടാവും, പഴയ മോഡൽ ചുരിദാറിലെ ഷോൾ ഉണ്ടാവും. ആ ഒരു ഷോൾ വെച്ചിട്ട് നമ്മൾ പുതിയ ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടാൽ പിന്നെ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ പഴയ മോഡൽ ഷോളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിരുന്ന പഴയ മോഡൽ ചുരിദാർ ബിറ്റ് ഉണ്ടാവുമല്ലോ, അതിൽ നല്ല നീളമുള്ള അതിലെ ആ ഒരു ഷോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നിറയെ വർക്കൊക്കെ ഉള്ള ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഈ വർക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമുക്കൊരു പഴയ മോഡലായി പോവും. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ലേസുള്ള ഈ ഒരു ഭാഗം നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ലീവിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവിൽ അറ്റത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ ഒരു വർക്കിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അത് നമ്മൾ നമ്മുടെ ചുരിദാറിൽ ബാക്ക് വശത്തും അതേപോലെ ഫ്രണ്ടിലും ചെറിയൊരു വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ നീളത്തിൽ ഒരു ലേസ് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം വർക്കൊന്നും ഇല്ലാതെ ചെറിയൊരു ഡോട്ട് പോലത്തെ വർക്കൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഈ ഒരു ഷോളിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഷോൾ നമുക്ക് നാലാക്കി മടക്കി വെക്കാം കേട്ടോ. നാലാക്കി മടക്കി വെച്ച ഈ ഒരു ഇതിൽ നമുക്ക് മെഷർമെൻ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് അളവുകളൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോൾ മാർക്ക് ചെയ്ത്, അതിന് ശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്തു, പിന്നെ വേസ്റ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഒരു ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഈ ക്ലോത്ത് എത്ര വീതി ഉണ്ടോ ആ ഒരു വീതിൻ്റെ ആ ഒരു അറ്റം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. മുഴുവൻ വീതി എടുക്കുന്നുണ്ട് നമ്മൾ താഴേക്ക്. അതിനുശേഷം ഈ ഒരു താഴ്ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ആ സൈഡൊന്ന് തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് വീതിയിൽ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് നെക്ക് ഒരു 5.5 ഇഞ്ചിൽ താഴേക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് ബോക്സാക്കി വരച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ബാക്ക് നെക്ക് നമ്മൾ ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്ക് നെക്കും വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആദ്യം തന്നെ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം രണ്ടും കട്ട് ചെയ്തെടുക്കാൻ. അതിന് ശേഷം ഞാൻ ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പിലൊന്ന് വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം, നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഞാനതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്കി ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് വന്ന പീസ് ഇതുപോലെ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ആം ഹോൾ വെച്ചിട്ട് തന്നെ നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ അളവ് ഞാനൊരു 9.5 ഇഞ്ച് അളന്നിട്ട് താഴേക്കൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു 4 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ചെരിച്ച് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് പീസിൽ ആ ഒരു വർക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ബാക്ക് പീസ് ഞാൻ അതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. നല്ല വശമാണ് കേട്ടോ. നല്ല വശം അതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഒരു ലൈസ് പോലെ ഈ ഒരു വർക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
ബാക്കിൽ ചെറിയൊരു വർക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെ ചുരിദാറിനൊരു വേറൊരു ലുക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷോളൊക്കെ ഹിജാബ് ചുറ്റുന്ന സമയത്ത് ഫ്രണ്ടിൽ വർക്കിനേക്കാളും കൂടുതൽ ബാക്കിൽ വർക്ക് വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഒരു ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഈ ഒരു വർക്ക് ഉള്ളിലേക്ക് 2 സൈഡും ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഈ 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എത്ര ലെങ്ത്ത് താഴേക്ക് വേണോ അതിനനുസരിച്ച് ആ ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് 2 സൈഡും ഉള്ളിലേക്ക് മടക്കുക. ഈ താഴ്ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് അറ്റത്തിലൂടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വർക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിന് ശേഷം നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നെക്കൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് ഷോൾഡർ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു നെക്ക് റൗണ്ട് കറക്റ്റിലൊന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് മറിച്ച് നമുക്കൊന്ന് പ്രസ്സടി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ടിട്ടിട്ട് ഞാൻ അപ്പുറത്തേക്കൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാ ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൽ നമ്മൾ ആ ഒരു വർക്കിൻ്റെ കുറച്ച് ഭാഗം ബാക്കിയുള്ളത് ഈ ഒരു ഫ്രണ്ട് പീസിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 സൈഡും ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ 2 സൈഡും ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. കുറച്ച് ഭാഗം ഒന്ന് മടക്കിയെടുക്കുക. അത് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഹോളിലൂടെയാണ് നമ്മളൊരു വള്ളി ഉണ്ടാക്കിയിട്ട് ആ വള്ളി അതിനുള്ളിലൂടെ ഇട്ടിട്ട് നമ്മൾ ബാക്കിലേക്ക് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തള്ളി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ താഴ്വശം ഇതുപോലെ ഒരു കോണ് പോലെ ഞാനൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. നമ്മളെ ഈ ഷർട്ടിൻ്റെ ആ ഒരു ബ്ലാങ്കറ്റിൻ്റെ ഒക്കെ ആ ഒരു മാതിരി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ ഒരു മടക്കി വെച്ചിട്ട് ഇതിനുള്ളിലൂടെ ഒരു വള്ളി കോർക്കാനുള്ളതാണ്. വീഡിയോ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് വെച്ചതെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഈ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അതാ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വള്ളിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് പീസും നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മെയിൻ ക്ലോത്ത് രണ്ടും കറക്റ്റായിട്ട് ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ബാക്ക് പീസ് ഉണ്ടല്ലോ അത് നേരെ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചൊക്കെ ഒന്ന് ഉള്ളിലായി പോവും, പുറമേക്ക് കാണത്തില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തും ചെയ്യുക കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഷോൾഡർ തമ്മിൽ പിടിച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ ആ ഒരു ബാക്ക് പീസിൻ്റെ ലൈനിങ് നേരെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ഇതേപോലെ വെക്കുക. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ.
അതാ ഞാനിവിടെ ഷോൾഡറൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. സ്ലീവ് നമ്മൾ സാധാരണ എല്ലാത്തിലും കാണിക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ശരിക്കും അങ്ങോട്ട് എല്ലാ വീഡിയോയിലും കാണിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു അറ്റം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതെങ്ങനെയാണ് നമ്മൾ ആ ഒരു ലൈസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം വർക്കുള്ള ഭാഗം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് നമ്മൾ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ ചീത്ത വശം നമുക്കൊന്ന് എടുക്കാം. ഈ ഒരു വർക്ക് നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവിൻ്റെ റോങ് സൈഡിലാണ് കേട്ടോ, റൈറ്റ് സൈഡിലല്ല, റോങ് സൈഡിൽ ഈ ഒരു ലൈസിൻ്റെ നല്ല വശം സ്ലീവിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഈ ഒരു അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൽ ആ ഒരു വർക്കൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇതേപോലെയാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് വീതി തന്നെ ആ ഒരു വർക്ക് ഉണ്ട്, അത് സ്ലീവിൽ കുറച്ച് വീതി തന്നെ വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതേപോലത്തെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അപ്പുറം മറിച്ചെടുത്തിട്ട് ചീത്തവശത്തേക്കൊന്ന് മറിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു അറ്റം മുതൽ നേരെ താഴെ വരെ നമ്മൾ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വേസ്റ്റിൻ്റെ ഭാഗം വരെ നമ്മൾ രണ്ടും കൂടെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. അവിടുന്ന് അങ്ങോട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ടോപ്പിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതാ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തു. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ താഴെയും നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മറിച്ചെടുക്കണം. നമ്മൾ ഇതിലൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. ഇനി ഇതൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മറിച്ച് വെച്ചിട്ടുണ്ട്, ചീത്ത വശത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, എവിടെയാണ് ഇലാസ്റ്റിക് വെക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഇതാ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ്. ഇതേപോലെ തന്നെ അപ്പുറവും നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് റൗണ്ടിൽ അങ്ങോട്ട് ചോക്ക് കൊണ്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വരച്ച വരയിലൂടെ നമ്മൾ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പുറത്തും ഞാൻ ഇതേപോലെ തന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്കൊന്ന് റൗണ്ടിൽ വരച്ചെടുക്കാം. വരച്ച് കൊടുക്കാഞ്ഞാൽ ചിലപ്പോൾ ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോകും. എന്നിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു സ്റ്റിച്ചും കൂടെ കൊടുത്തു. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ആയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. അതങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് വശമാണിത്. നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് അവിടെ വരെ നമ്മുടെ ഈ ഒരു വർക്ക് ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് ഇലാസ്റ്റിക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്ക് തന്നെയുണ്ട് നമ്മുടെ ഈ ഒരു ടോപ്പിന്. അപ്പോൾ പഴയ മോഡൽ ഷോളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും മോഡൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കണ്ട. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ടോപ്പുകൾ നമുക്ക് പല മോഡലിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. വർക്ക് എങ്ങനെയാണോ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് പല രീതിയിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ ഡമ്മിയിലിട്ടിട്ട് ഇതിൻ്റെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു വള്ളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ വള്ളിൻ്റെ താഴെ നമ്മളിതുപോലൊരു ചെണ്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ആ ഫ്രണ്ട് പീസിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് കടത്തി കൊടുത്തിട്ട് ബാക്കിലേക്ക് കെട്ടി കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു വള്ളി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റ് അറിയിക്കുക.
പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതിൻ്റെ ഫുൾ ലുക്ക് നമ്മളൊന്ന് ഡമ്മിയിലിട്ടിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് കേട്ടോ. അപ്പോൾ ജീൻസിലേക്കൊക്കെ വെയർ ചെയ്യാം, നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വള്ളി ബാക്കിലേക്കൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ വെച്ചിട്ട് ബാക്കിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് എന്തായാലും അറിയിക്കുക. പിന്നെ ലൈക്ക് അത് നിങ്ങൾ മറക്കൂല എന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്ന് ലൈക്ക് കൂടെ ഒന്ന് ചെയ്തേക്കൂ കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. നമ്മൾ ആ വള്ളി ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു വർക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇലാസ്റ്റിക് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ കാര്യം മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.